നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്ന 50 രൂപ മാത്രം വിലയുള്ള ഒരു സ്മാൾ ക്യാപ് സ്റ്റോക്കിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. വീക്ക്ലി ബേസിസിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വീക്ക്നെസ് പ്രകടമാണ്. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച 0.97% ഇടിഞ്ഞ് 23,203 ക്ലോസിംഗ് നൽകി. സ്മാൾ ക്യാപ് ഇൻഡെക്സും മിഡ് ക്യാപ് ഇൻഡെക്സും 1% കറക്റ്റ് ആവുകയും ചെയ്തു. സെക്ടോറൽ ഇൻഡിസസ് പരിശോധിച്ചാൽ നിഫ്റ്റി IT ഇൻഡെക്സ് ഒരാഴ്ച കൊണ്ട് 6%, റിയാലിറ്റി 2.5%, ഹെൽത്ത് കെയർ, മീഡിയ, FMCG തുടങ്ങിയ ഇൻഡെക്സുകൾ 2%-ഓളവും ഇടിഞ്ഞു. അതേസമയം PSU ബാങ്കും മെറ്റൽ ഇൻഡെക്സും 3%-ഓളം വീക്ക്ലി ബേസിസിൽ ഉയരുകയും ചെയ്തു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായി ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തുന്നു. കഴിഞ്ഞ ആഴ്ച 25,218 കോടി രൂപയുടെ സെല്ലിംഗാണ് FIs ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 25,151 കോടി രൂപയുടെ ബൈയിങ് നടത്തി. ജനുവരി മാസത്തിൽ ഇതുവരെ FIs ഇന്ത്യൻ മാർക്കറ്റിൽ 46,576 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 49,367 കോടി രൂപയുടെ ബൈയിങ് നടത്തി. ഗ്ലോബൽ മാർക്കറ്റിലും വീക്ക്നെസ് പ്രകടമാണ്. വോളറ്റൈലായിട്ടുള്ള ഒരാഴ്ച വേണം വരുന്ന ആഴ്ചയും നമ്മൾ പ്രതീക്ഷിക്കാൻ. ക്രൂഡിൻ്റെ വില 5%-ഓളം ഉയരുന്നതും രൂപയുടെ ഡിപ്രിസിയേഷൻ തുടരുന്നതും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വീക്ക്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്ത്യൻ മാർക്കറ്റ് വീക്കാണ്. അതനുസരിച്ച് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളും ഈ ഇൻഡെക്സിലെ മേജർ സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നു. ജെയ്കോർപ്പ്, KEC ഇൻ്റർനാഷണൽ, അയണോക്സ് വിൻഡ്, സ്കിപ്പർ, ഓറിയൻ്റൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ, ഗാർവെയർ, ഹൈടെക് ഫിലിംസ്, ബ്ലൂ സ്റ്റാർ, PCBL തുടങ്ങിയ സ്റ്റോക്കുകൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 15-20%-ഓളം കറക്റ്റായി. അതേസമയം ചില സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ സ്ട്രോങ് ബൈയിങ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. സ്പന്ദന സ്ഫൂർത്തി ഫിനാൻഷ്യൽ, PTC ഇൻഡസ്ട്രീസ്, കോഫി ഡേ എൻ്റർപ്രൈസസ്, വിജയ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ തുടങ്ങിയ സ്റ്റോക്കുകൾ കഴിഞ്ഞ ആഴ്ച 10-20%-ഓളം ഉയർന്നു. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് അനുകൂലമാണ്. കറണ്ട് മാർക്കറ്റ് ടെക്സ്ചർ മാർക്കറ്റ് ഓവർസോൾഡ് കാറ്റഗറിക്ക് അടുത്ത് അല്ലെങ്കിൽ ഓവർസോൾഡിനടുത്ത് എത്തി എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഷോർട്ട് ടൈം ട്രേഡേഴ്സിനും ലോങ് ടൈം ട്രേഡേഴ്സിനേക്കാളും ഉപരി ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റ് ഇപ്പോൾ ഏറെക്കുറെ അനുകൂലമാണ്. ഇനി മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടും റെസിസ്റ്റൻസും മനസ്സിലാക്കാം. 23,300 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നു. 23,350 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ 23,500, 23,590 തുടങ്ങിയ ലെവലുകളിലേക്കുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. 23,000-നടുത്ത് 23,100 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി 50 രൂപ വിലയുള്ള സ്മാൾ ക്യാപ് സ്റ്റോക്കിനെ പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് സിങ്കാച്ചി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സിങ്കാച്ചി ഇൻഡസ്ട്രീസ് 4%-ഓളം ഉയർന്ന് 52 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1,600 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 30.84, ഡിവിഡൻഡ് ഈൽഡ് 0.19%. 52 വീക്കിലോ 43, 52 വീക്ക് ഹൈ 95. സിങ്കാച്ചി ഇൻഡസ്ട്രീസ് ഒരു സ്മാൾ ക്യാപ് സ്റ്റോക്ക് ആണെങ്കിലും മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസ് മാനുഫാക്ചർ ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയും സിങ്കാച്ചി ഇൻഡസ്ട്രീസ് ആണ്. കമ്പനിയുടെ 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 27%, പ്രോഫിറ്റ് ഗ്രോത്ത് 24%, ROE 13%-നടുത്ത്, ROCE 16.7%. 52 വീക്ക് ഹൈ 95. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഹെവി ഡിസ്കൗണ്ട് ലഭിക്കുന്നു. വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം കമ്പനി അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടു. ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. സെയിൽസ് 111 കോടിയിൽ നിന്ന് 139 കോടിയിലേക്ക് ഇയർ-ഓൺ-ഇയറിൽ കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു. ഓപ്പറേറ്റിംഗ് മാർജിൻ 20%-ൽ നിന്നും 24%-ലേക്ക് മെച്ചപ്പെടുത്തുകയും നെറ്റ് പ്രോഫിറ്റ് 16 കോടിയിൽ നിന്നും 21 കോടിയിലേക്ക് കമ്പനി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്തു. സിങ്കാച്ചി ഇൻഡസ്ട്രീസ് എന്ന കമ്പനി നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. 137 കോടി രൂപയുടെ കടബാധ്യതയുള്ള കമ്പനിക്ക് ഏകദേശം 438 കോടി രൂപയുടെ റിസർവുമുണ്ട്. FIസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 2.06%-ൽ നിന്നും 1.5%-ലേക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സിന് 45.4%, പബ്ലിക്കിന് 53%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗുമാണുള്ളത്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി അതിൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ 20%-ൽ നിന്നും 24%-ലേക്ക് ഉയർത്തിയതും ഇയർ-ഓൺ-ഇയറിലും ക്വാർട്ടർ-ടു-ക്വാർട്ടറിലും കമ്പനി അതിൻ്റെ സെയിൽസ് ഇംപ്രൂവ് ചെയ്തതുമാണ് ക്വാർട്ടർലി റിസൾട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കൂടാതെ സ്റ്റോക്ക് സ്ട്രോങ് സപ്പോർട്ട് പ്രൈസിൽ നിന്നും ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
45 സിങ്കാച്ചി ഇൻഡസ്ട്രീസിൻ്റെ ഏറ്റവും മികച്ച സപ്പോർട്ടാണ്. 2 പ്രാവശ്യം സ്റ്റോക്ക് ഈ 45 എന്ന സപ്പോർട്ടിനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം റീബൗണ്ടിന് ശ്രമിക്കുന്നു. ഇപ്പോൾ സ്റ്റോക്ക് 52-അടുത്ത് ട്രേഡ് ചെയ്യുകയാണ്. 56 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. സ്റ്റോക്കിൽ ഷോർട്ട് ടൈം അല്ലെങ്കിൽ മീഡിയം ടൈം പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ 56 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക. അതേസമയം ഷോർട്ട് ടൈമിലേക്ക് 10 മുതൽ 15% റിട്ടേൺ പ്രതീക്ഷിക്കുന്നവർക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ 44 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് സിങ്കാച്ചി ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്